ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങാണ് കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗാണ്. അപ്പോൾ മോൾക്കൊരു ഡ്രസ്സ് എടുക്കണം. പിന്നെ അൽക്കുലത്തെ സാധനങ്ങൾ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ സാറ്റർഡേ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങി ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. ഈവനിങ് ആകുമ്പോൾ നമുക്ക് പുറത്ത് പോകാം. ഡ്രസ്സ് മേടിക്കണം. അൽക്കുലത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ശരി ഓക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് രാവിലെ സെറ്റാക്കി ഇങ്ങനെ വെച്ചു. ഉച്ചയ്ക്കും പോകാമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ എനിക്ക് പയ്യെ ഒരു മടി. ഇന്ന് പോകണ്ട നാളെ പോകാം. അതായത് സൺഡേ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല ജോലികളൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോകാനുള്ള ആ ഒരു മടി വരുമല്ലോ. ആ ഒരു അവസ്ഥയിലൂടെ ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞു, വാ പോകാം പണിയൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും. നമുക്ക് പോകാനുള്ളത് പോകാം, മേടിക്കാനുള്ളത് മേടിക്കാം. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന് അവസാനം എന്തെങ്കിലും ആവട്ടെ പോകാമെന്നൊക്കെ പറഞ്ഞ് റെഡി ആയിട്ടോ. പറഞ്ഞു തീരേണ്ട താമസം ആൾ പോയി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്കൊക്കെ റെഡി ആവുക, അങ്ങോട്ട് കറങ്ങാൻ ഇറങ്ങുക അത്രയൊക്കെ ഉള്ളൂ. നമുക്കാണ് വീട്ടിലെ പ്രാരാബ്ദങ്ങളും ജോലികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണവുമായിരിക്കുമല്ലോ. പിന്നെ എവിടെ പോയാലും ഈ 2 മുടി 2 സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടില്ലെങ്കിൽ ആൾക്ക് അന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ആവാറില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ് എവിടെ പോയാലും ചെയ്യുന്നത്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് എൻ്റെ ചെരുപ്പ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ചെരുപ്പ് മുഷിഞ്ഞിരുന്നാൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനും ഇറങ്ങാം കേട്ടോ. ഞാനും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പേഴ്സിലേക്ക് പൈസയൊക്കെ എടുത്ത് വെച്ചു. ഇനി പയ്യെ നമുക്കിങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഈ ടൈമിലുണ്ടല്ലോ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുത്തപ്പോൾ ഉണ്ടല്ലോ എന്തോ പോലെ ഇങ്ങനെ ഇരിക്കാണ്ട് ഒരു വെട്ടം അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് എടുത്തു കേട്ടോ. നമ്മളിങ്ങനെ ട്രൈപോഡ് ആ മൂലക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയാണ്. ഇന്ന് മൊത്തത്തിൽ ധൃതി പിടിച്ചിറങ്ങുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 4:30 4:15 ആയിട്ടുണ്ട്. ഇനി അവിടെ എത്തണ്ടേ. പിന്നെ ഡ്രസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പർച്ചേസ് ചെയ്യണ്ടേ. കാണുന്നത് അങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനും പറ്റില്ലല്ലോ. ഞാൻ രാവിലെ വാഷ് ചെയ്ത് വെച്ച തുണിയാണ് കേട്ടോ ആ ബക്കറ്റിലിരിക്കുന്നത്. അപ്പോൾ അതുപോലും വിരിച്ചിടാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയി വന്നിട്ട് അത് വിരിച്ചിടാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് താഴെ തുണി വിരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ. മേലെ കൊണ്ടുപോയിട്ട് വേണം വിരിച്ചിടാനായിട്ട്. അപ്പോൾ ഇനി മേളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടിട്ട് ഇറങ്ങാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സന്ധ്യയാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് 2 വീലറിലാട്ടോ പോണത്. ഇവിടെ മോൾക്ക് ഹെൽമെറ്റ് വയ്ക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തല ചൂടെടുക്കും, തല കിടക്കൂല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറയും. അപ്പോൾ ഞാൻ മര്യാദക്ക് വയ്ക്കടി, ഇത് വയ്ക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വപ്പിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വന്നത് പെരുമ്പാവൂർ റിലയൻസ് ട്രെൻഡ്സിലേക്കാണ് കേട്ടോ. ഇവിടെ നല്ല സെലക്ഷനും കളക്ഷനും ഒക്കെ ഉണ്ട്. പക്ഷേ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് വലിയ സെലക്ഷൻ ഒന്നുമില്ല. ഈ ട്രെൻഡ്സ് വന്ന കാലം തുടങ്ങി ഇവിടെ കുട്ടികൾക്ക് സെലക്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ അന്നൊക്കെ വരുമ്പോൾ ഞാൻ ചെറിയ ഡ്രസ്സുകൾ, അതായത് 8-9 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സ് കിട്ടും. പക്ഷേ അതിന് വലിയ കുറേ സെലക്ഷൻ ഇല്ല. അതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പൊതുവേ ഇവിടെ വന്ന് അങ്ങനെ കുട്ടികൾക്ക് എടുക്കാറില്ല. എനിക്ക് എന്തെങ്കിലും വന്നാൽ എടുക്കും, പിന്നെ കുട്ടികൾക്ക് വേറെ എവിടെയെങ്കിലും പോയി എടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നിങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ ഞാനാണെങ്കിൽ ഓർത്തൂല ആ കാര്യം. അപ്പോൾ ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ വലിയ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ ആ ഏരിയയിലേക്ക് വന്നിട്ട് അതിൽ ഏറ്റവും ചെറിയ സ്മോൾ സൈസ് നോക്കിയിട്ട് ഞാൻ അവൾക്ക് എടുത്തു കേട്ടോ. സ്മോൾ സൈസ് എടുക്കുകയാണെങ്കിൽ വേറൊരു ഗുണവും കൂടി ഉണ്ട്. ഇവൾക്കാണെങ്കിൽ എപ്പോഴും ഡ്രസ്സ് ഇട്ടാലുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ വലിയ വിഷയവുമില്ല. അപ്പോൾ ഇത് എന്തെങ്കിലും ലൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ കുറേ കാലം ഇടുകയും ചെയ്യാം. അപ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഈ ഡാർക്ക് പിങ്കും ഈ സ്കിൻ കളർ ഷർട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഷർട്ട് മോഡലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ 2 ഷർട്ടുമാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മോൾക്കാണെങ്കിൽ ഇത് രണ്ടും ഇഷ്ടപ്പെട്ടില്ല. അവളിങ്ങനെ തപ്പി നടക്കുകയാണ്, അവൾക്ക് പറ്റിയത് ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളും നോക്കുന്നത് ഷർട്ട് മോഡലാണ് കേട്ടോ. ഇതൊരു പ്രത്യേക തരം മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളോട് പറയാമായിരുന്നു ഞാൻ, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കും, നിനക്ക് നന്നായിട്ട് ചേരും, നല്ലതാണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സ്മോൾ സൈസാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇനി വലുതാണെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതിയല്ലോ. നമ്മൾ കറക്റ്റ് സൈസൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഇനി അടുത്ത മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോഴത്തേക്കും ആൾക്ക് ചെറുതായി പോകും. അതുകൊണ്ട് കുറച്ച് വലുപ്പത്തിലുള്ളത് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കളർ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ അത് ഓരോന്നോരോന്നായിട്ടൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് അതൊന്നും പിടിക്കുന്നില്ല, എനിക്കതൊന്നും ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി കുറച്ച് ഡാർക്ക് കളേഴ്സ്, അതായത് ബ്ലാക്ക്, ഡാർക്ക് ബ്ലൂ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും അത്ര വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ ഷർട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ കളർ വെറൈറ്റിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോൾ എടുത്തുകൊണ്ട് വന്നതാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് ഉമ്മി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുള്ളിക്കാരിക്കാണെങ്കിൽ കുറേ ഡാർക്ക് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു അത് വേണ്ട. അത് പിന്നെ എൻ്റെ കയ്യിൽ പെട്ടതാണ് കേട്ടോ അത് ഈ ഷർട്ട്.
ഒരു തരം ഗ്രീൻ കളറാണ് കേട്ടോ. നമ്മുടെ മലയാളത്തിലൊക്കെ പറഞ്ഞാൽ ചാണാപ്പച്ചയെന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ഒരു കളറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അവൾക്കും വെച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതും ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊരു ബാഗി പാൻറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വൈറ്റ് കളർ, ഒരു ഓഫ് വൈറ്റ് കളറാണ് എടുത്ത് വെച്ചത്. അപ്പോൾ അതും കൂടി വെച്ചപ്പോൾ നല്ല സെറ്റായിരുന്നു കേട്ടോ. ട്രയൽ ചെയ്ത് നോക്കാനായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഞാനിങ്ങനെ സൽവാർ സെറ്റിൻ്റെ കോംബോയൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഓഫറിലായിട്ട് വലിയ കാര്യമായിട്ടുള്ള ഓഫറൊന്നുമില്ല. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ച് ഓഫറുകൾ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം സൽവാറിൻ്റെ കൂടെ ബോട്ടവും കൂടി ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ അങ്ങനെ കാണാറില്ലായിരുന്നു കേട്ടോ. ഈ ടോപ്പും ബോട്ടവും മാത്രമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഷോളില്ല കേട്ടോ. ഷോള് സെപ്പറേറ്റ് എടുക്കണം. പക്ഷെ ഞാൻ അത് ഓരോന്നും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല നല്ല ഒന്നിനൊന്നിന് മെച്ചെന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ് അല്ല കേട്ടോ. കാരണം എനിക്ക് ലെങ്ത്ത് കിട്ടില്ല. ഒരു മീഡിയം സൈസ് ഹൈറ്റൊക്കെ ഉള്ള ലേഡീസൊക്കെ ആകുമ്പോൾ അവർക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ വെയറാണ് കേട്ടോ. കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ടോപ്പ് വിത്ത് ബോട്ടം വരുന്നതാണ്. ഷോളില്ല, ഷോള് സെപ്പറേറ്റ് മേടിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 999 ആ റേഞ്ചിലൊക്കെ വരുന്നതാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത്. പണ്ട് ഇങ്ങനത്തെ ഓഫറുകളിൽ ടോപ്പും വിത്ത് ബോട്ടം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 200, 300 ആ റേഞ്ചിലൊക്കെ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ബില്ല് ചെയ്തിട്ട് നേരെ പോയത് സീമാസിലേക്കാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇന്നിങ്ങനെ മേടിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് മോൾക്ക് ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ നെറ്റ് ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നും ഓഫറുകൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ഇതിന് മുമ്പ് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഓഫറിൽ കിടക്കുന്നതാണ് കേട്ടോ. നമ്മൾ നെറ്റ് ഡ്രസ്സ്, അതായത് നെറ്റിക്ക് വീട്ടിലിടാൻ വേണ്ടി ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണല്ലോ എടുക്കുന്നത്. അപ്പം മോളിൽ ഓഫറിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നിലവിലിപ്പോൾ ഓഫറൊന്നുമില്ല. പക്ഷേ അന്ന് ഓഫറിൽ ഇട്ടതിൻ്റെ ബാലൻസൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കി നോക്കി പോവാണ് കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും. ഓഫറിൽ കിടക്കുന്നതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ മുകളിലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മേളിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റെയറിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ സൽവാർ സെറ്റുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ റേറ്റൊക്കെ നോക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ ഷോപ്പിങ്ങിനായിട്ട് ഇങ്ങനെ ഷോപ്പിലേക്കൊക്കെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, നേരം സന്ധ്യ ആവുന്നത് പോലും അറിയത്തില്ല കേട്ടോ. ഇപ്പം എത്രയായിന്ന് പോലും അറിയില്ല. സത്യം പറഞ്ഞാൽ നേരം പച്ചപ്പാതിരിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ മേലെ കയറിയപ്പോൾ ഉണ്ടല്ലോ നല്ല, അതായത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ബോട്ടമൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മോൾക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ നോക്കി ഇങ്ങനെ വയ്ക്കും. വന്നിട്ട് അതിൽ നിന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ 2 ബോട്ടാണ് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റിയിലാട്ടോ ഇതൊക്കെ വന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഓഫറിൽ കിടക്കുന്നതാണ് കേട്ടോ. പിന്നെ ബോട്ടം എടുത്തപ്പോൾ പിന്നെ അതിന് ടോപ്പ് എടുക്കണമല്ലോ, അത് അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബനിയൻ മോഡലാണ് കേട്ടോ. മിക്കതും ഇതിൽ കിടക്കുന്നത് ബനിയൻ മോഡലാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി. നമ്മൾ ഈ ഓഫറിലുള്ള ബനിയൻ സെറ്റൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് കാര്യം നമ്മൾ ഓഫറിൽ ഇങ്ങനെ മേടിക്കുന്നതായിരിക്കും. പക്ഷേ അത് കുറച്ച് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിങ്ങനെ വലിഞ്ഞു പോകും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ വലിയണ മോഡലാണോ എന്നൊക്കെ ഇങ്ങനെ പിടിച്ചും വലിച്ചൊക്കെ നോക്കുന്നത്. ഇതിൽ കിടക്കുന്ന ടോപ്സൊക്കെ ഉണ്ടല്ലോ പല മോഡൽസിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ്. നല്ല കോളർ നെക്കിൽ, അതും ഫുൾ സ്ലീവിലൊക്കെ വരുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ മോളെ എടുത്ത് പൊക്കി കാണിക്കുകയാണ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ മോൾക്കുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ. അപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ട 2 എണ്ണമാണ് ഞാൻ അതിൽ നിന്ന് എടുത്തത്. 2 ബോട്ടും 2 പാൻറ്റും പിന്നെ ആൾക്കുള്ള സാധനങ്ങളും മേടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന ടൈമിൽ ഇവിടെ അതേ കുറേ സ്റ്റാച്ചു വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ടോപ്സൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരം സന്ധ്യയായിട്ടുണ്ട്. ഇനി വേഗം ബില്ലടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. ഇനി വേറെ ഒരു പരിപാടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബില്ലടിച്ച് നേരെ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണ്. പൊതുവേ ഷോപ്പിലൊക്കെ പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാട്ടോ എനിക്ക്. ഏതെടുക്കണം ഒരുപാട് സെലക്ഷൻ കാണുമ്പോഴല്ലോ നമ്മൾ ആകെ കൺഫ്യൂഷനായി പോകും. അവിടെ ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പം ഒരുപാട് ഇങ്ങനെ ഇറങ്ങി ഒരുപാട് സെലക്ട് ചെയ്യാത്തതാണ് നല്ലത്. നമ്മൾ ഫസ്റ്റിൽ ചിലവരൊക്കെ ഉണ്ട് കേട്ടോ, ഫസ്റ്റിൽ കാണും അതിങ്ങോട്ട് എടുത്തുകൊണ്ട് വരും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. എനിക്കങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് കിട്ടേമില്ല, അതാണ് കുഴപ്പം. നമ്മളിപ്പോൾ റെഡിമെയ്ഡൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടണമല്ലോ, അതെനിക്ക് കിട്ടാറേയില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ എടുക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ബ്ലോക്കല്ല, ഈ വണ്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ വേറെ ഏതോ വണ്ടി. അപ്പോൾ ഞാനിതുണ്ടല്ലോ ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന ടൈമിൽ ഞാൻ ഏറ്റവും ബാക്കിൽ ഇറക്കി വെക്കാമെന്ന് കരുതി വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ
അവിടെ വണ്ടി വെക്കണ്ട, കുറച്ച് കയറ്റി ഫ്രണ്ടിലേക്ക് വെച്ചേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് വേറെ ആരെങ്കിലും വണ്ടി വെച്ച് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു. അത് കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ടൈമിലുണ്ടല്ലോ ആ സെക്യൂരിറ്റിയുടെ പൊടി പോലും അവിടെ കണ്ടില്ല. പിന്നെ അതേ നമ്മൾ വീട്ടിലെത്തിയപ്പോണ്ടല്ലോ ആകെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് കയറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടവരും എന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. ഇനി മറ്റൊരു വ്ലോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബായ്.